ഹായ് ഓൾ, ഞാൻ ഇന്നിവിടെ തലശ്ശേരി ചിക്കൻ ബിരിയാണീൻ്റെ ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കുറച്ചേ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഒരു 1/4 സ്പൂൺ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ എമൗണ്ട് കൂട്ടി കൊടുക്കാവുന്നതാണ്. എനിക്ക് റൈസ് വൈറ്റ് കളർ റൈസ് തന്നെ വേണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി കുറച്ചെടുക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മസാലയും ഉപ്പൊക്കെ ഒന്ന് നല്ലോണം ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്കൊരു അരമുറി ലെമണും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ലെമണിൻ്റെ ജ്യൂസാണ്. ലെമൺ ജ്യൂസ് നമുക്ക് സ്ക്വീസ് ചെയ്ത് ഒരു സ്പൂണിലേക്ക് എടുത്തതിന് ശേഷം ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ലോണം ഈ മസാലയെല്ലാം മിക്സാക്കി നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 1/2 hour വെച്ചാൽ മതിയാവും. അപ്പോഴേക്കും മസാലയെല്ലാം ചിക്കനിൽ നല്ലോണം പിടിച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് മാറ്റി വെക്കാം നമുക്ക്. അപ്പം അതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി, ഒരു 2 പിടി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണം ഇഞ്ചിയും, ഞാനിവിടെ ഒരു 5 പച്ചമുളകാണ് എടുക്കുന്നത്. അധികം എരിവും ഉണ്ടാവില്ല, എന്നാൽ ഒട്ട് കുറവുമല്ല, ആ ഒരു രീതിക്കുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് നല്ലോണം പേസ്റ്റ് ഫോമിലേക്ക് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ 3 ഇൻഗ്രീഡിയൻസും കൂടി അരച്ച് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് അതവിടെ മാറ്റി വെക്കാവുന്നതാണ്. അതിനുശേഷം ഒരു ഫ്രൈഡ് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് നമുക്ക് മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഡീപ്പ് ഫ്രൈ ചെയ്യണമെന്നില്ല, ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. ഇത് 1 കിലോ ചിക്കൻ ഉള്ളത് കാരണം നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഇതെല്ലാം കൂടി ഫ്രൈ ചെയ്തെടുക്കൽ നടക്കില്ല. അപ്പോൾ 2-3 പോർഷനായിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെ ഈ ചിക്കനെല്ലാം 3 പോർഷനായിട്ട് ഫ്രൈ ചെയ്ത് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യമായിട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് റൈസിലേക്ക് ഗാർണിഷ് ചെയ്യാനുള്ള ഓണിയൻസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. കരിഞ്ഞു പോവാതെ നോക്കും വേണം. ഇത്രയും ആയാൽ മതി. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാള ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 5 സവാള തിന്നായിട്ട് കട്ട് ചെയ്തതാണ്. അത് നല്ലോണം വഴണ്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് അത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് 2-3 ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ് മാറ്റി വെക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയും അതേപോലെ തന്നെ ചോപ്പ് ചെയ്ത് വെക്കണം. ഇനി നേരത്തെ നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ആ പേസ്റ്റും കൂടി ഈ സവാളയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക.
അടുത്തതായിട്ട് നമുക്ക് പൊടികൾ എന്ന് പറയാനായിട്ട് ഞാൻ ഇതിൽ ജസ്റ്റ് ഗരം മസാല മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലയാണ്, പുറത്തുനിന്ന് വാങ്ങിയതല്ല. അപ്പോൾ ഇതൊരു 2 to 3 സ്പൂണ് നിങ്ങളുടെ എരിവിനും ഇതിനൊക്കെ അനുസരിച്ചിട്ട് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഈ മസാലയും സവാളയും എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് വേറെ ഒരു പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഒരൊറ്റ ഗരം മസാല മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ബാക്കി നമ്മൾ ചിക്കനിൽ മഞ്ഞളും മുളകും ഒക്കെ ആഡ് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് തക്കാളി, 3 തക്കാളി മുറിച്ച് വെച്ചത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക, മസാലയ്ക്ക് എല്ലായിടത്തും പിടിക്കുന്ന രീതിക്ക്. ഇനി തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മല്ലിയിലും പുതിനയിലും കൂടി ചെറുതാക്കി എരിഞ്ഞത് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് സവാളയും ചിക്കനൊക്കെ നല്ലോണം മിക്സ് ആവുന്ന രീതിക്ക് നല്ലോണം ഇളക്കി കൊടുത്ത് ഒരു 5 മിനിറ്റ്സും കൂടി ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അത് വാങ്ങി വെക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് കൈമ റൈസ് വേവിച്ചെടുക്കാം. ഞാനിവിടെ 1 കിലോ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ എന്ന് പറയുമ്പം എനിക്ക് അളവ് നോക്കി, വെള്ളത്തിൻ്റെ അളവ് നോക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ്സാണ് എടുക്കുന്നത്. എനിക്ക് ഈ ഗ്ലാസ്സിൽ 5 ഗ്ലാസ് അരിയാണ് കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ. ഇനി ഈ അരിയെല്ലാം നല്ലോണം കഴുകിയിട്ട് ഊറ്റിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി അരി വേവിക്കാനായിട്ടൊരു പാത്രം വെച്ചതിന് ശേഷം 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഹോൾ സ്പൈസസും കൂടി ആഡ് ചെയ്യുകയാണ്. ഞാനിവിടെ പട്ട, കറിയാമ്പൂ, ഏലക്കായ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് അരി ആഡ് ചെയ്യുന്നത്. അരി എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇതിൽ അരി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടത്. ഇപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ അടി പിടിക്കാതെ നോക്കണം, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഇനി നമുക്ക് അരി വേവാനുള്ള വെള്ളം വേറെ ബേണറിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇവിടെ 5 ഗ്ലാസ് അരി എന്നുള്ള കണക്കിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് 7.5 ഗ്ലാസ് ടോട്ടൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചത്. അതിലേക്ക് കുറച്ച് നാരങ്ങാനീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് മല്ലിയിലും കൂടി ആഡ് ചെയ്തു. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കും വേണം. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അടച്ചു വെച്ച് വേവിക്കാൻ. വെള്ളം എല്ലാം വറ്റി വരുന്ന സമയത്ത് നമുക്കിത് വാങ്ങി വെക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവാളയും കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക റൈസിലേക്ക്. ഇനി നമ്മൾ നെക്സ്റ്റായിട്ട് ഈ മസാലയും റൈസും കൂടി ഒന്ന് മിക്സ് ചെയ്യുന്ന ഇതാണ് ഇവിടെ കാണിക്കുന്നത്. അത് ഓരോരോ ലെയറായിട്ടാണ് ഇവിടെ ചെയ്യുന്നത് ഞങ്ങൾ. ഇപ്പോൾ റൈസ് ഒരു ലെയർ ഇട്ട് അതിൻ്റെ മേലെ മസാലേൻ്റെ ലെയർ ഇട്ടു, പിന്നെയും റൈസിൻ്റെ ലെയർ ഇട്ടു, പിന്നെ മസാല പിന്നെയും ആഡ് ചെയ്തു. അങ്ങനെ മസാലയും റൈസും കഴിയുന്നത് വരെ ഓരോരോ ലെയർ ആക്കിയിട്ട് ചെയ്യുക വേണ്ടത്. എന്നിട്ടൊരു 1/2 hour കഴിഞ്ഞിട്ട് ഇത് സെർവ് ചെയ്യാൻ പാടുള്ളൂ.